എൻ്റെ പേര് ശരത്നാണ്. ടി കെ വാസുവിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം അത് 50 വർഷം വരികയാണ്. വർഷമായിട്ട് അദ്ദേഹം നമ്മുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു പരിപാടി നമ്മൾ തൃശ്ശൂരിൽ സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന 11-ാം തീയതി. അത് 3 മണിക്കാണ് തുടർന്ന് ജവഹർ ബാലഭവനിൽ. അതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനമാണ്. അപ്പം അതിൻ്റെ വാസത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയാനായിട്ട് ചെയർപേഴ്സൺ ഉണ്ട്. ചെയർപേഴ്സൺ അദ്ദേഹം നമ്മോട് സംസാരിച്ചു തുടങ്ങും. അതിനുശേഷം ഐഗോപിനാഥ് സംസാരിക്കും. വാസേട്ടൻ 50 കൊല്ലം ആദ്യ കാലഘട്ടത്തിൽ CPM ആയിട്ടും പിന്നീട് PUC-യിലായിട്ടും ആദ്യകാലത്തുണ്ടായിരുന്ന പ്രതികരണ സംഘം അതുപോലെ യൂത്ത് പ്രദേശമായിട്ടും പ്രവർത്തിച്ച 50 കൊല്ലത്തിന്റെ ഒരു ആദരവ്, അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചൊരു പുസ്തകം ചെയ്യുന്നുണ്ട്, ഒരു ഡോക്യുമെന്ററി ഫിലിം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ 11-ാം തീയതി ജവഹർ ബാലഭവനിൽ 3 മണിക്ക് ആരംഭിക്കും. പിന്നെ ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കൂടെ വരുന്നുണ്ട്. അവരുടെ വിവരങ്ങൾ ഈ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ പറയാം. അല്ല, ഇതിപ്പോ കൂടുതൽ പറയാനൊന്നുമില്ല. അതിലുണ്ട് വാസേട്ടനെ മിക്കവാറും പേർക്ക് അറിയാവുന്നതാണ് തോന്നുന്നത്. ഏറ്റവും പുതിയ പത്രക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമുക്കറിയുന്ന പോലെ വാസേട്ടൻ അടയാളപ്പെടുത്തുന്നത് പ്രധാനമായിട്ട് ലാലൂർ സമരസമിതിയുടെ ചെയർമാൻ എന്ന രീതിയിലാണ്. നമുക്കറിയാം 30 വർഷത്തോളം നീണ്ടു നിന്ന സമരമായിരുന്നു. കേരളം മുഴുവൻ ശ്രദ്ധിച്ച കേരളത്തില് ആദ്യമായിട്ട് നടന്ന നഗരമാലിന്യങ്ങൾ ഗ്രാമങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെ ആദ്യമായിട്ട് നടന്ന സമരം തൃശ്ശൂരിലാണ്, ലാലൂർ സമരമാണ്. അത് 33 പതിറ്റാണ്ടാണ് നീണ്ടുന്നത്. ആ സമരത്തിന് പ്രചോദനമായിട്ട് കേരളത്തിലുടനീളം സമരങ്ങളുണ്ട്. ഏറെക്കുറെ ആ കാലം മുഴുവൻ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് വാസേട്ടനായിരുന്നു. അതിന്റെ റിസൾട്ടാണ് വാസ്തവത്തിൽ ഇന്നിവിടെ IM വിജയൻസിന്റെ പേരിലുള്ള കായിക സമുച്ചയം ഉണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് കോർപ്പറേഷനോ മറ്റാർക്കും അല്ല. 30 വർഷം സമരം ചെയ്ത ലാലൂരില് ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിന് ചുറ്റുമുള്ള കോളനികളിലെ പാവപ്പെട്ട മനുഷ്യർക്കും ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വാസേട്ടനടക്കമുള്ള അഡ്വക്കേറ്റ് രഘുനാഥ് അതിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു. അങ്ങനെയുള്ള അവർക്കാണ് അതിന്റെ ക്രെഡിറ്റ്. വാസേട്ടൻ വാസ്തവത്തിൽ പ്രധാനമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് ആ സമരത്തിന്റെ പേരിലാണ്. ഇന്ന് സംസ്ഥാനത്തുടനീളം ഒരു പരിധി വരെയെങ്കിലും മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആരംഭം തൃശ്ശൂരിലായിരുന്നു. 3 മുഖ്യമന്ത്രിമാര് തൃശ്ശൂരിലെത്തി സമരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആന്റണി, VS, ഉമ്മൻചാണ്ടി, 3 മുഖ്യമന്ത്രിമാര് സമരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചർച്ചകൾ നടന്നിട്ടുണ്ട്. യേശുദാസിനെ പോലെയുള്ള ജീവിതത്തിൽ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാത്ത യേശുദാസിനെ പോലുള്ള ഒരു ഗായകൻ തൃശ്ശൂർ ലാലൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. VR കൃഷ്ണയ്യര്, ഹൈക്കോട് തുടങ്ങി കേരളത്തിലെ സുഗതകുമാരി തുടങ്ങി എത്തിച്ചേരാത്ത സംസ്കാരിക പ്രവർത്തകരില്ല, എഴുത്തുകാരില്ല. എല്ലാവരും വൻ സമരമായിരുന്നു. കുറെ പേർക്കൊക്കെ അതിനെ അറിയാമെന്ന് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് സമരക്കാർക്കൊപ്പം അതിന് നേതൃത്വം കൊടുത്ത വാസേട്ടനാണ്. പിന്നെയുള്ളത് കേരളത്തിലുടനീളമുള്ള നിരവധി സമരങ്ങൾ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, ലാലൂർ സമരത്തിന്റെ ഒരു ഘട്ടത്തില് നിരാഹാരം കിടന്നത് നേരത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത K. വേണുവായിരുന്നു. ഒരു ഘട്ടത്തിൽ കേരളം മുഴുവൻ ആ സമരം ആടിക്കത്തിക്കാൻ നിരാഹാരം കൊണ്ട് കഴിയുണ്ടായിട്ടുണ്ട്. പിന്നെ വാസേട്ടന്റെ ജീവിതത്തിൽ വലിയ സംഭാവനകൾ എന്ന് പറയുന്നത് കുറെ കാലം എസ്റ്റേറ്റ് പ്രവർത്തകനായിരുന്നു. പിന്നെ കേരളത്തിലുടനീളമുള്ള ജനകീയ സമരങ്ങളിൽ, പരിസ്ഥിതി സമരങ്ങളിൽ, സ്ത്രീ സമരങ്ങളിൽ, ദളിത് സമരങ്ങളിൽ, ആദിവാസി സമരങ്ങളിൽ ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് നർമ്മദ പോലെയുള്ള സമരങ്ങളിൽ, കൂടംകുളം പോലുള്ള സമരങ്ങളിൽ, ഇങ്ങനെ PUC-ന്റെ അഖിലേന്ത്യാ സമ്മേളനങ്ങളൊക്കെ പങ്കെടുത്ത് ഇങ്ങനെയുള്ള എല്ലാ പോരാട്ടങ്ങളിലും വാസേട്ടൻ സജീവമായിരുന്നു. നമ്മൾ ഈ പറയാറുണ്ടല്ലോ, ഈ പഴയ തലമുറയിലെ ആദർശങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ. ആ ആദർശങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു അവസാന തലമുറയിൽപ്പെട്ട അപൂർവം കുറച്ച് പേരിൽ ഒരാളാണ് വാസേട്ടൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വന്തം ജീവിതത്തിലും ഇത് പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലും പ്രാക്ടിക്കലാക്കുക. 50 ചില വർഷം മുമ്പ് ഇതര സമുദായത്തിൽ നിന്ന് ഒരാളെയാണ് വാസേട്ടൻ ജീവിത പങ്കാളിയാക്കിയത്. വാസേട്ടന്റെ മക്കളും അതുപോലെ ഇതര സമുദായങ്ങളിൽ നിന്നുള്ളവരെയാണ് ജീവിത പങ്കാളികളാക്കിയിട്ടുള്ളത്. അതിലും ഒരു മാതൃകയായ വ്യക്തിയാണ് വാസേട്ടൻ. ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായിട്ട് മറ്റു വളരെ പിന്നോക്കാണെങ്കിലും ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വാസേട്ടനെ ആദരിക്കേണ്ടത് തൃശ്ശൂരിലെ സാമൂഹ്യ പ്രവർത്തകരുടെ കടമയാണെന്നുള്ള തിരിച്ചറിവിനാണ് ഇങ്ങനെ യോഗം ചേരുകയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ മന്ത്രി രാജൻ വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, മേയർ വരുന്നുണ്ട്, ഡെപ്യൂട്ടി മേയർ, ഇങ്ങനെയുള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾക്കുള്ളവർക്ക് പുറമെ വാസേട്ടൻ നിങ്ങൾക്കറിയാം, വാസേട്ടൻ അറിയാം, മാവൂർ സമര നേതാവ് ഇപ്പൊ K. വേണു ഉണ്ട്, M. ഗീതാനന്ദനുണ്ട്, മുത്തങ്ങ സമര നേതാവ് ഗീതാനന്ദനുണ്ട്, തുടങ്ങി കേരളത്തിലെ ഒരുപാട് നിരവധി സമര നേതാക്കളും സമരപ്രവർത്തകരും തൃശ്ശൂരിലെ എഴുത്തുകാരും
പ്രവർത്തകരൊക്കെ വരുന്നുണ്ട്. ഉദ്ഘാടനം സാറാ ടീച്ചർ തന്നെയാണ്. പിന്നെ മീര സംഘമിത്ര, ദേശീയ ജനകീയ സമരങ്ങളുടെ ദേശീയ സമിതിയുണ്ട്, ദേശീയ സഖ്യമുണ്ട്, മേധാ പട്കർ നേതൃത്വം കൊടുക്കുന്ന, അതിന്റെ ദേശീയ കൺവീനർ കൂടിയായ മീര സംഘമിത്ര വരുന്നുണ്ട് പുറത്തുനിന്ന്. ഇങ്ങനൊരു സാമാന്യം ഭേദപ്പെട്ടൊരു പരിപാടിയായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വാസേട്ടന് മാത്രമല്ല, വാസേട്ടൻ്റെ ജീവിത പങ്കാളിയെയും കാരണം ഈ പോരാട്ടങ്ങളിലൊക്കെ പട്ടിണി സഹിച്ചും ദുരിതങ്ങൾ സഹിച്ചും ഒക്കെ കൂടെ നിന്നിട്ടുള്ള ഒരു ജീവിത പങ്കാളി കൂടി ആദരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയിൽ എല്ലാവരും ക്ഷണിക്കുന്നു. കൂടാതെ നന്നായിട്ടൊന്ന് കവർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുസ്തകം വാസേട്ടൻ്റെ ജീവിതത്തെ കുറിച്ച് സമരങ്ങളെയും വാസേട്ടൻ്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. അതിന്റെ കവറ പ്രകാശനം ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കും മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ. അത് അതിന്റെ അവതാരിക KGS ആണ്, KG ശങ്കരപ്പിള്ളയാണ്. മറ്റു കാര്യങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. കാരണം ടെക്സ്റ്റ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ അത് താല്പര്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്, ചിത്രങ്ങളടക്കം ഷെയർ ചെയ്യാവുന്നതാണ്. കാരണം ഇത് ആ രീതിയിൽ പബ്ലിസൈസ് ചെയ്തുകൊണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ആ രീതിയിൽ പറയുന്നത്. വക്കീല് സമരസമിതിയുടെ വൈസ് ചെയർമാനായിരുന്നു. ഇതുവരെ ലാലേട്ടൻ വാസോട്ടൻ നമ്മുടെ ലാലു സമരത്തിലെ പങ്കെടുത്തോടുകൂടി അതിന്റെ പ്രവർത്തനമായി നേതൃത്വം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിന്റെ കാരണമായിട്ട് ഈ സമരം സംസ്ഥാന തലത്തിൽ നിന്നല്ല ദേശീയ തലത്തിൽ പോലും വലിയൊരു ശബ്ദം പിടിച്ചു വെക്കാനായിട്ട് സാധിച്ചത് തീർച്ചയായിട്ടും വാസോട്ടൻ്റെ ആ നേതൃത്വ പാഠവും. പല രാഷ്ട്രീയ പ്രവർത്തകരും ഇതിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ട് അതിനെ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അത് വളരെ ശ്രദ്ധയോടുകൂടി വാസോട്ടൻ അത് കൈകാര്യം ചെയ്തിരുന്നു എന്ന് വലിയ പറഞ്ഞുകൊണ്ട് താങ്ക് യു. വാസേട്ടൻ്റെ 77 കഴിഞ്ഞു. അതിന്റെ ക്രെഡിറ്റ്